ഒരു നിമിഷം കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി ദിവ്യകാരുണ്യത്തിൻ്റെ പരിശുദ്ധ സാന്നിധ്യത്തെ ഹൃദയത്തിൽ അനുഭവിക്കാം. പരിശുദ്ധ അമ്മേ, ഈ മണിക്കൂറുകളിൽ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഓരോ ബലിപീഠത്തിൻ്റെയും സമീപത്ത് നിരന്തരം സന്നിഹിതയാകുന്ന പരിശുദ്ധ അമ്മേ, വചനമാകുന്ന ഈശോയെ ഉദരത്തിലും കരങ്ങളിലും ഹൃദയത്തിലും സംവഹിച്ച അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയും സാന്നിധ്യവും ഞങ്ങൾ സ്നേഹപൂർവ്വം തേടുന്നു. പ്രാർത്ഥിക്കണേ അമ്മേ. ഈ ഭവനത്തെയും ഇതിന് ചുറ്റുപാടുകളെയും അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് തരുന്നു. നല്ല അമ്മേ, നാരകീയ സർപ്പത്തിന്റെ തലയെ ചവിട്ടി തകർത്ത അമ്മയുടെ വിശ്വാസത്തിന്റെ കരുത്തിൽ ഞങ്ങൾ അഭയം തേടുന്നു. അമ്മയിലെ വിശുദ്ധിയുടെ പൂർണ്ണതയിൽ ഞങ്ങൾ പൂർണ്ണമായും ആശ്രയിക്കുന്നു. സഹായിക്കണേ അമ്മേ. ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി അമ്മ പ്രത്യേകം മാധ്യസ്ഥം വഹിക്കണമേ. ഒരുമിച്ച് പ്രാർത്ഥിക്കട്ടെ. എത്രയും ദയുള്ള മാതാവേ, അങ്ങയുടെ സങ്കേതത്തിലോടി വന്ന് അങ്ങയുടെ സഹായം തേടി അങ്ങയുടെ മാധ്യസ്ഥം യാചിച്ചവരിൽ ഒരുവനെയെങ്കിലും അങ്ങ് ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. കന്യകളുടെ രാജ്ഞിയായ കന്യകയും ദയുള്ള മാതാവേ, ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപ്പാദത്തങ്ങൾ ഞാൻ അണയുന്നു. നെടുവീർപ്പെട്ട് കണ്ണുനീര് ചിന്തി പാപിയായി ഞാൻ നിന്റെ ദയാധികത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൽ മാതാവേ, എന്നെ അപേക്ഷ ഉപേക്ഷിക്കാതെ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, തിരുകുടുംബത്തിന്റെ കാവൽക്കാരനായ മാർ യോസേഫ് പിതാവേ, ഞങ്ങളുടെ പിതാവായ മാർ തോമാസ് ശ്ലീഹായെ, ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട വിശുദ്ധ അൽഫോൻസാമേ, വിശുദ്ധ എവുപ്രാസ്യാമേ, വിശുദ്ധ ചാവറയച്ച, വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യായെ, വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ച, വിശുദ്ധ വിൻസെന്റി പോളെ, വിശുദ്ധ മത്തായി ശ്ലീഹായെ, മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലെ, വിശുദ്ധ ഗബ്രിയേലെ, വിശുദ്ധ റപ്പായേലെ, നവവൃന്ദ മാലാഖമാരെ, കൽക്കട്ടയിലെ വാഴ്ത്തപ്പെട്ട മദർ തെരേസയെ, ഞങ്ങളുടെ പേരുകൾക്ക് കാരണക്കാരായ വിശുദ്ധാത്മാക്കളെ, സകല വിശുദ്ധരെ, മാലാഖമാരെ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ജീവിതം മുഴുവനെ അവിടുത്തെ തൃക്കരങ്ങളിൽ കൊടുത്തുകൊണ്ട് പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ഇരിക്കാം. ഈശോയിലേറ്റ സ്നേഹമുള്ളവരെ, ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു സെന്ററിൽ കടന്നു വരിക. നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ കിട്ടിയ അവസരത്തിന് തമ്പുരാന് നന്ദി പറയുന്നു. വിശുദ്ധ കുർബാനയുടെ പരിശുദ്ധമായ സാന്നിധ്യത്തിലാണ് നമ്മൾ ആയിരിക്കുക. അതുകൊണ്ട് ക്ലാസിന്റെ മുഴുവൻ സമയവും ദിവ്യകാരുണ്യത്തിലേക്ക് വലിയ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് ആയിരിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ക്ലാസിന്റെ മുഴുവൻ സമയവും നല്ല പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിൽ തന്നെ നിങ്ങൾ ഇരിക്കണം. പ്രത്യേകിച്ച് നിങ്ങളുടെ കുടുംബങ്ങളെ തമ്പുരാന്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഈ ആരാധന മണിക്കൂറിൽ പ്രത്യേകം പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥനയുടെ ചൈതന്യത്തിന് വിഘാതം വരുന്നതൊന്നും സംഭവിക്കാതിരിക്കാൻ അതീവ ശ്രദ്ധയുണ്ടാവണം. തുടക്കത്തിലെ നിർദ്ദേശങ്ങൾ തരുന്നതിൽ ക്ഷമ ചോദിച്ചുകൊണ്ട് നിങ്ങളുടെ മൊബൈൽ ഫോൺ സൈലന്റ് ആണ്, സ്വിച്ച് ഓഫ് ആണ് എന്ന് ഉറപ്പുവരുത്തണം. ദൈവതാരുടെയും മൊബൈൽ ഫോൺ ക്ലാസ്സിന് സമയത്ത് സംസാരിക്കാൻ പാടില്ല. വേറൊന്നും കൊണ്ടല്ല, ക്ലാസിന്റെ പ്രാധാന്യത്തെക്കുറിച്ചല്ല, വിശുദ്ധ കുർബാനയുടെ സന്നിധിയിലാണ് നമ്മൾ ഇരിക്കുക. 1-2 ഫോണൊക്കെ ഇടയ്ക്ക് ഒച്ച വെക്കുന്ന കേട്ടതുകൊണ്ട് പറഞ്ഞതാണ്. അതുകൊണ്ട് അത് അംഗീകരിച്ച് അത് സ്വിച്ച് ഓഫ് ആയിട്ടില്ല, സൈലന്റ് ആയിട്ടില്ല എങ്കിൽ അതിന് ഉറപ്പുവരുത്താൻ ശ്രദ്ധിക്കുക. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട ചില ചിന്തകളാണ്. അതുകൊണ്ട് തന്നെ
ചില കാര്യങ്ങൾ വളരെ ശക്തവും വ്യക്തവുമായ ഭാഷയിൽ നിങ്ങളോട് പറയാൻ പരിശുദ്ധാത്മാവ് എന്നെ പ്രേരിപ്പിക്കുന്നു. അതങ്ങനെ സംസാരിക്കും. അതിനോട് നല്ല തുറവിയുള്ളവരായി നിങ്ങൾ ഇരിക്കണമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. ഈ ക്ലാസ് കേൾക്കുമ്പോൾ ക്ലാസിന്റെ മഹത്വത്തെക്കുറിച്ച് പറയാനല്ല. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം ഈ ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഈ സാറ് വേറെ ആർക്കോ വേണ്ടി പറയുന്നതാണ്. അതും ഓർമ്മയിലിരിക്കട്ടെ. ഈ ക്ലാസ്സിൽ പറയുന്ന മുഴുവൻ കാര്യങ്ങളും അത് നീ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രം ഉള്ളതാണ്. നിന്റെ വീട്ടിലിരിക്കുന്ന ജീവിത പങ്കാളിക്ക് വേണ്ടിയോ, വിദേശത്ത് ജോലി ചെയ്യുന്ന മക്കൾക്ക് വേണ്ടിയോ, മരിച്ചുപോയ മാതാപിതാക്കൾക്ക് വേണ്ടിയോ അല്ല. അത് നിനക്ക് വേണ്ടിയാണ് എന്ന് മാത്രം കരുതുക. ഈ ചിന്ത നിങ്ങളുടെ മനസ്സിൽ വയ്ക്കണം. ശക്തമായി പ്രാർത്ഥിച്ചു തുടങ്ങണം. എനിക്ക് വേണ്ടിയും ഈ മണിക്കൂർ നിങ്ങൾ പ്രാർത്ഥിക്കണം. എങ്കിലേ ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അത് ശക്തവും വ്യക്തവുമായ ഭാഷയിൽ നിങ്ങളോട് സംസാരിക്കാൻ എനിക്കും സാധിക്കുകയുള്ളൂ. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. അല്പം കൂടി സ്വരമുയർത്തി ഹല്ലേലൂയ. വലതുകരം ഉയർത്തി ഹല്ലേലൂയ. കരമൊന്ന് വീശിക്കൊണ്ട് ഹല്ലേലൂയ. അല്പം കൂടി അഭിഷേകത്തോടെ ഹല്ലേലൂയ. അല്പം കൂടി സന്തോഷത്തോടെ ഹല്ലേലൂയ. കൈതാത്തിട. ഞാനൊരു കൊച്ച് തമാശ, വിശുദ്ധ കുർബാന മുമ്പിൽ ഒത്തിരി തമാശ ഒന്നും പറയാൻ പറ്റില്ല, നിങ്ങൾക്കറിയാലോ. എങ്കിലും നമ്മുടെ വിഷയത്തിലേക്കൊന്ന് വരാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒരു കൊച്ചു ചിന്ത തന്നുകൊണ്ട് ക്ലാസ് തുടങ്ങുകയാണ്. ഒരിക്കൽ ഒരു അമ്മച്ചി ഒരു ധ്യാന കേന്ദ്രത്തിൽ ധ്യാനിക്കാൻ പോയി. അമ്മച്ചി ധ്യാനിക്കാൻ പോയത് മരുമകൾ എങ്ങനെയും ഒന്ന് നന്നാവണമെന്ന് കരുതിയാണ്. അമ്മ ധ്യാനിച്ച 4 ദിവസവും മരുമകൾ വീട്ടിൽ അമ്മായിമ നന്നാവാനുള്ള ധാരാളം ക്രമീകരണങ്ങൾ ചെയ്തു. ധ്യാനം കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ ചെന്നു. അമ്മ വീട്ടിൽ കയറുന്നതിന് മുമ്പ് മരുമകൾ തന്റെ വീട്ടിലുള്ള തത്തമ്മയെ മടിയിൽ പിടിച്ചിരുത്തി ഒരു പ്രാക്ക് പഠിപ്പിച്ചു. പ്രാക്കിതാണ് ഈ മുതുതള്ള ചത്തുപോകട്ടെ. തത്തമ്മ ഒരു തരത്തിൽ ഇത് പഠിച്ചു. അമ്മായിമ്മ ധ്യാനം കഴിഞ്ഞ് വീട്ടിൽ കയറിയപ്പോഴേ അമ്മായിമ്മയുടെ മുഖത്തോട്ട് നോക്കി തത്തമ്മ പറഞ്ഞു, ഈ മുതുതള്ള. ബാക്കി തത്തമ്മ പോലും മറന്നുപോയി. മരുമകൾ കണ്ണുകൊണ്ട് കാണിച്ചപ്പം അത് പൂർത്തിയാക്കി, ഈ മുതുതള്ള ചത്തുപോകട്ടെ. അമ്മായിമ്മയ്ക്ക് ഭയങ്കര വിഷമമായി. അമ്മായിമ്മ തിരിച്ച് ധ്യാനകേന്ദ്രത്തിലേക്ക് വന്നു. ധ്യാനകേന്ദ്രത്തിൽ വന്ന് പറഞ്ഞു, എൻ്റെ അച്ഛ, ഇത്രയും നാൾ മരുമകൾ നേരിട്ടാ പാര പണിതുകൊണ്ടിരുന്നേ, ഇപ്പം തത്തമ്മയെ വെച്ചുകൊണ്ട് പണിയാൻ തുടങ്ങി. അച്ഛൻ പറഞ്ഞു, അടുത്ത ധ്യാനത്തിന് നമുക്ക് തത്തമ്മയും കൂടെ കൊണ്ടുവന്ന് മാനസാന്തരപ്പെടുത്താം. അത് പറ്റണ കാര്യമല്ലല്ലോ, വേറെ എന്തെങ്കിലും വഴിയുണ്ടോ അച്ഛ? അച്ഛൻ പറഞ്ഞു, ഞാനൊരു ഉപായം കാണുന്നു. ഇവിടെ ഒരു തത്തമ്മ എനിക്കുണ്ട്. ഈ തത്തമ്മയ്ക്ക് പ്രാക്കൊന്നും അറിയില്ല. 3 കാര്യങ്ങളെ ധ്യാനകേന്ദ്രത്തിലെ തത്തമ്മയ്ക്ക് അറിയത്തുള്ളൂ. ധാരാളം സുഹൃത ജപങ്ങൾ ചെല്ലും, ധാരാളം ബൈബിൾ വാക്യങ്ങൾ കാണാതറിയാം, ധാരാളം കാറോസൂസെ അറിയാം. ഇത് ധ്യാനകേന്ദ്രത്തിലെ തത്തമ്മയ്ക്ക് അറിയൂ. 2 ആഴ്ച വായ്പയ്ക്ക് തരാമെന്ന് ചോദിച്ചു അമ്മച്ചി. അച്ഛൻ കൊടുത്തു. ഈ ചേട്ടത്തി ഈ തത്തമ്മയും കൊണ്ട് വീട്ടിലോട്ട് പോയ വഴിക്ക് തത്തമ്മ പറയുന്ന ബൈബിൾ വാക്യങ്ങൾ കേട്ടാൽ മരുമകൾ നിന്നും നിത്യം മാനസാന്തരപ്പെടും. നേരെ തത്തമ്മയും കൊണ്ട് ചെന്നു. മരുമകളുടെ തത്തമ്മ കിടക്കുന്ന കൂട് തുറക്കാൻ തുടങ്ങിയപ്പം മരുമകളുടെ തത്തമ്മ പ്രാക്ക് തുടങ്ങി, ഈ മുതുതള്ള ചത്തുപോകട്ടെ. ഈ പ്രാക്ക് കേട്ട് ധ്യാനകേന്ദ്രത്തിലെ തത്തമ്മ അതിന് മറുപടി പ്രാർത്ഥിച്ചു, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ചിരിക്കാൻ പറഞ്ഞതല്ല, ചിന്തിക്കാനാണ്. സ്നേഹമുള്ളവരെ, നമുക്ക് നന്നാവാനുള്ള ചില വഴികൾ വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പിലിരുന്ന് ചിന്തിക്കാൻ പോവാണ്. പ്രാർത്ഥിക്കണം നിങ്ങൾ നന്നായിട്ട്. കാലഘട്ടത്തിനനുസരിച്ച് ചില ചിന്തകൾ നിങ്ങളിലേക്ക് തരാൻ വേണ്ടി പരിശുദ്ധാത്മാവ് എന്നെ പ്രേരിപ്പിക്കാനും നിങ്ങൾ ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ആരും ഉറങ്ങില്ല. ഒരു വചനം നമ്മൾ ധ്യാന വിഷയമാക്കുകയാണ്. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 54-ാം അധ്യായം 2-3 വാക്യങ്ങൾ. ഈ വചനത്തിലൂടെ പ്രവാചകൻ 2-ാം വാക്യത്തിൽ 4 കാര്യങ്ങൾ നമ്മളെ ഉപദേശിക്കുകയാണ്. 3-ാം വാക്യത്തിൽ
ഈ 4 കാര്യങ്ങളോട് നീ ഒരു തുറവിയുള്ള വ്യക്തിയായാൽ നിനക്ക് ലഭിക്കുന്ന 3 അനുഗ്രഹങ്ങളെ കുറിച്ചാണ് പറയുക. ഞാൻ വചനം പറയാം. യെശയ്യാ 54:2 ആവശ്യപ്പെടുന്ന 4 കാര്യങ്ങൾ. 1, നിന്റെ കൂടാരം വിസ്തൃതമാക്കുക. 2, അതിന്റെ തിരശീലകൾ വിരിക്കുക. 3, കയറുകൾ ആവുന്നത്ര അയച്ച് നീളം കൂട്ടുക. 4, കുറ്റികളെ ഉറപ്പിക്കുക. 3-ാം വചനം, ഇങ്ങനെ ചെയ്താൽ 1, നീ ഇരുവശത്തേക്കും അതിര് ഭേദിച്ച് വ്യാപിക്കും. 2, നിന്റെ മക്കൾ രാജ്യം കൈവശമാക്കും. 3, വിജന നഗരങ്ങൾ ജനനിബിഡമാവും. തൊട്ടടുത്തിരിക്കുന്ന ഒരാളുടെ കയ്യിലൊന്ന് പിടിച്ച്, ഒരാളുടെ കയ്യിൽ ആളുടെ മുഖത്തോട്ട് നോക്കിക്കേ, ഇങ്ങനെ വിളിച്ചേ, സുഹൃത്തെ. അമ്മായിമ്മയുടെ കയ്യിലാണ് വിളിച്ചത്. സന്തോഷമായിട്ട് വിളിച്ചേ, സുഹൃത്തെ, നിന്റെ കൂടാരം വിസ്തൃതമാക്കുക, അതിന്റെ തിരശീലകൾ വിരിക്കുക, കയറുകൾ ആവുന്നത്ര അയച്ച് നീളം കൂട്ടുക, അവയെ കുറ്റികളിൽ ഉറപ്പിക്കുക. അപ്പോൾ ഇരുവശത്തേക്കും അതിര് ഭേദിച്ച് നീ വ്യാപിക്കും. നിന്റെ മക്കൾ രാജ്യം കൈവശമാക്കും. വിജന നഗരങ്ങൾ ജനനിബിഡമാവും. കൈകുലുക്കിക്കൊണ്ട് പറഞ്ഞേ ഹല്ലേലൂയ. അഭിമാനത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. കൈവിടാം. സ്നേഹമുള്ളവർ, ഈ കാലഘട്ടത്തിൽ കുടുംബങ്ങൾ ധാരാളം പ്രതിസന്ധികളെ നേരിടുന്ന ഒരു കാലമാണ്. ഞാൻ പറഞ്ഞു വെച്ചത് എല്ലാ കുടുംബത്തിലും പ്രശ്നമാണെന്നല്ല. പക്ഷെ കാലഘട്ടത്തിനനുസരിച്ച് ധാരാളം പ്രതിസന്ധികൾ ഇന്ന് കുടുംബങ്ങൾ നേരിടുന്നുണ്ട്. മുതിർന്നവരായിരിക്കുന്നത് കൊണ്ടും ഈ പിടിക്കുന്ന വീഡിയോ പുറത്തു പോവില്ല എന്ന് ഈപ്പച്ചനച്ഛനെ വിശ്വസിച്ചുകൊണ്ടുമാണ് ഞാൻ സംസാരിക്കുക. 3 ആഴ്ചകൾക്ക് മുമ്പ് എന്റെ ഇടവക വികാരിച്ചൻ സൺഡേ സ്കൂളിലെ 12ാം ക്ലാസ്സിൽ വന്നപ്പോ 7-8 ആൺകുട്ടികളെ ക്ലാസ്സിൽ കാണാനില്ല. ഇതിനെക്കുറിച്ച് ചെറിയൊരു അന്വേഷണം നടത്തി. കുട്ടികൾ ക്ലാസ്സിൽ വരാത്തതിന്റെ കാരണങ്ങളെ കുറിച്ച് അന്വേഷിച്ചപ്പോ ഇവര് വേറെ എവിടെയോ പരിശീലനം നടത്തുവാണ്. ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചു. ചെന്ന് തപ്പിയപ്പോ നാട്ടിലെ ഒരു കലുങ്കിന്റെ കീഴെ ഇവന്മാരുണ്ട്. അന്വേഷിച്ച് ചെന്നയാള് നടുക്ക് നിന്ന പയ്യന്റെ കയ്യിലെ ടച്ച് സ്ക്രീനുള്ള മൊബൈൽ മേടിച്ച് വികാരിച്ചന്റെ ഏൽപ്പിച്ചു. കണ്ട വികാരിച്ചൻ 5 മിനിറ്റ് അബോധാവസ്ഥയിലായി. വികാരിച്ചൻ വന്ന് കൊച്ചച്ഛൻ വന്ന് തട്ടിയേൽപ്പിച്ചു. മൊബൈൽ ഫോൺ ഓൺ ചെയ്ത് നോക്കി. അച്ഛൻ അബോധാവസ്ഥയിലായില്ല. കണ്ടത് മറ്റൊന്നുമല്ല, മൊബൈലിൽ ഒരു 15 വയസ്സ് പ്രായമുള്ള ഒരു പെങ്കൊച്ച് ഒരു തുണ്ട് തുണിയില്ലാതെ നിൽക്കുന്നു. ഞങ്ങളുടെ നാട്ടിലെ പിള്ളേർ ഒരു 15 ദിവസം ഇത് വെച്ച് ആഘോഷിച്ചു. ധാരാളം പേര് സ്വയംഭോഗം ചെയ്തു, ധാരാളം പേര് സ്വർഗഭോഗം ചെയ്തു, ധാരാളം പേര് തോന്നിവാസം ജീവിച്ചു. ഇതൊക്കെയും ഒരുപക്ഷെ ധാരാളം നമ്മൾ കേട്ടിട്ടുണ്ടാവാം. പക്ഷെ ഈ പെൺകുട്ടി ഒന്ന് മാത്രമേ ധരിച്ചിട്ടുള്ളൂ, ഒരു ജപമാല. ഇപ്പൊ നിങ്ങൾക്ക് എന്താ മനസ്സിലായി? സ്നേഹമുള്ളവർ, ഇന്ന് കുടുംബങ്ങൾ ധാരാളം വെല്ലുവിളികളെ നേരിടുന്ന ഒരു കാലഘട്ടത്തിലാണ്. എന്താണ് കാരണം? നമ്മൾ ചിന്തിക്കാൻ പോവാണ്. കുടുംബങ്ങൾ നേരിടുന്ന പ്രതിസന്ധികളെ കുറിച്ച് നിങ്ങളോട് ചോദിച്ചാൽ മല്ലപ്പള്ളിക്കാർ എണ്ണി എണ്ണി പറയുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാ? ചുമ്മാ ഒരു 3-4 കാര്യം പറഞ്ഞു. സ്വന്തം വീട്ടിലോട്ട് നോക്കണം, അയലോകത്തോടൊക്കെ നോക്കി പറഞ്ഞാൽ മതി. ഇതിലൊക്കെ പറയുമോ?
മല്ലപ്പള്ളിയിലെ പ്രശ്നം പറഞ്ഞാൽ എനിക്ക് പറയാം, ഞാൻ ചെങ്ങളത്തെ പ്രശ്നം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്തേലും പറയുമോ? എനിക്ക് മനസ്സിലായി. കുർബാനയുടെ സന്നിധിയിൽ ഇരിക്കുന്നവരാണ് നിങ്ങൾ നിശബ്ദരാകുന്നത്. ഞാൻ അംഗീകരിക്കുന്നു 100%. ധാരാളം കാര്യങ്ങൾ നിങ്ങൾ സ്വന്തം വീട്ടിലൂടെ തിരിഞ്ഞു നോക്കിയാൽ അറിയാം എന്തൊക്കെ പ്രശ്നങ്ങളെന്ന്. നിങ്ങളുടെ മനസ്സിൽ ഇപ്പൊ പറയണോ എന്ന് പ്രേരിപ്പിച്ച എല്ലാ പ്രശ്നങ്ങളെയും ഞാനൊന്ന് ചേർത്ത് വെച്ച് ഒരു കൊച്ചു കൂരയ്ക്ക് കീഴിലേക്ക് കൊണ്ടുവരാം. സ്നേഹമുള്ളവരെ, പഴയ കുടുംബങ്ങളും ഇന്നത്തെ കുടുംബമായിട്ട് ഒരു വലിയ വ്യത്യാസം ഞാൻ കാണുന്നു. ശരിയാണെ അംഗീകരിക്കണം, അല്ലെങ്കിൽ ചുമ്മാ പിരിഞ്ഞിരുന്നാൽ മതി. ആ പ്രശ്നം ഞാൻ കാണുന്നത് ഇതാണ്. പണ്ട് കൊച്ചു വീട്ടിൽ വലിയ കുടുംബം ജീവിച്ചു. ഇന്ന് വലിയ വീട്ടിൽ കൊച്ചു കുടുംബം എന്ന് പറഞ്ഞ് എന്താ മനസ്സിലായി? നമ്മൾ ആദ്യം പറഞ്ഞത് പണ്ട് വീട് ചെറുതായിരുന്നു, സൗകര്യങ്ങൾ കുറവായിരുന്നു, പക്ഷെ ധാരാളം ആൾക്കാരുണ്ടായിരുന്നു. പണ്ടൊരു വീട്ടിൽ 8-10 മക്കളുണ്ടെന്ന് പറഞ്ഞാൽ എന്താ അതിനർത്ഥം? കാരണവർക്ക് ആരോഗ്യം ഉണ്ടായിട്ടാണോ? വിദ്യാഭ്യാസം ഉണ്ടായിട്ടാണോ? സമ്പത്തുണ്ടായിട്ടാണോ? പിന്നെ എന്നാ കാര്യം? യെസ്, കറക്റ്റ് ആൻസർ നിങ്ങൾ പതിയെ കേട്ടാൽ മതി. കഴിഞ്ഞ ദിവസം ഒരു സിസ്റ്റർ എന്നോട് പറഞ്ഞു, ഒരു ദിവസം ഒരു വീട്ടിൽ ചെന്നപ്പം വീട്ടിലെ അമ്മച്ചി രാവിലെ മിച്ചം അടിച്ചുകൊണ്ടിരിക്കുക. മിച്ചം അടിക്കുന്നതിനിടയ്ക്ക് തിണ്ണയിലിടുന്ന കൊച്ച് പട്ടിക ചൊല്ലിയപ്പം തെറ്റി. അമ്മ നേരെ ഇരുന്ന് ചൂലും കൊണ്ട് മുതുകത്തിട്ട് ഒരെണ്ണം വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു, മര്യാദയ്ക്ക് പട്ടിക ചെല്ലടി. എന്നുവെച്ചാൽ അമ്മ മിച്ചം അടിയും ട്യൂഷൻ പഠിപ്പിക്കും. തിരിച്ചിങ്ങി വന്ന് അടിക്കാൻ തുടങ്ങിയപ്പം അടുക്കളയിൽ നിന്ന് കങ്ങൻ മണക്കുന്നു. അമ്മ പറഞ്ഞു, ആ ചട്ടി മാറ്റിയിട്ട് അടുത്ത ചട്ടി എടുത്ത് വെക്കടി. വീണ്ടും അമ്മ അടിക്കാൻ തുടങ്ങിയപ്പോൾ മിറ്റത്ത് കുറെ പുല്ല് വളർന്നിരിക്കുന്നു. ചൂല് നിരത്തോട്ടിട്ട് പുല്ലെല്ലാം വലിച്ച് കളയുന്നതിനിടയ്ക്ക് സിസ്റ്റർ ശ്രദ്ധിച്ചു, ചേടത്തിയുടെ ചട്ട ചെറുതായിട്ട് അനങ്ങുന്നു. ചേടാ, ഇതെന്നാ സംഭവം? സിസ്റ്റർ കുനിഞ്ഞു നോക്കിയപ്പോ ഇളയ സാധനം എളി കയറി എന്ന് കുടിച്ചോണ്ടിരിക്കുക. ഞാൻ കളിയാക്കാൻ പറഞ്ഞല്ലേ, പണ്ട് ഒരു വീട്ടിൽ ഒരമ്മ ഒരു സമയത്ത് 4-5 മക്കളെ വളർത്തി. ഇന്ന് 5 മക്കളും കൂടെ കൂടിയിട്ട് ഒരു തള്ളയെ വളർത്താൻ പറ്റണില്ല. എന്ന് വെച്ച് എന്നെ മനസ്സിലായി. സ്നേഹമുള്ളവരെ, പണ്ട് കൊച്ചു വീട്ടിൽ വലിയ കുടുംബം ജീവിച്ചെന്നും ഇന്ന് വലിയ വീട്ടിൽ കൊച്ചു കുടുംബം ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു സത്യം, പണ്ട് കുടുംബത്തിൽ ജീവിച്ചിരുന്നത് വലിയ മനസ്സുള്ള മനുഷ്യരായിരുന്നു. ഹല്ലേലൂയ. കണ്ടോ, സ്വരം പോയ ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പണ്ട് കുടുംബം എന്നാൽ വലിയ മനസ്സുള്ള മനുഷ്യരുടെ സമൂഹമായിരുന്നു. പണ്ട് ഒരു ഭർത്താവ് വളർന്നു ആരിലേക്കാണ്? ഭാര്യയിലേക്ക്. പണ്ടൊരു ഭാര്യ വളർന്നു ആരിലേക്കാണ്? ഭർത്താവിലേക്ക്. പണ്ട് കൊച്ചു വീട്ടിൽ കൊച്ചു കിടപ്പുമുറിയിൽ ഒരു ഭാര്യ ഭർത്താവിലേക്കും ഭർത്താവ് ഭാര്യയിലേക്കും വളർന്നു. ആ വളർച്ചയുടെ ഫലമായിരുന്നു കുടുംബത്തിന്റെ അടിത്തറയാകുന്ന ദാമ്പത്യ ബന്ധത്തിന്റെ കരുത്ത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പുസ്തകത്തിൽ നിന്ന് വായിച്ചു, ഒരു മനുഷ്യന് 23 ഡൈവോഴ്സ് നടത്തിയിരുന്നു. ആ മനുഷ്യൻ 24ാമത് ഒന്നുകൂടെ വിവാഹം കഴിച്ചു. അത് ആദ്യത്തെ ഭാര്യയായിരുന്നു. ഞാൻ എന്റെ സൺഡേ സ്കൂൾ ക്ലാസ്സിക്കുന്ന പിള്ളേരോട് പറഞ്ഞപ്പോൾ പിള്ളേര് പറഞ്ഞു, സാറേ അറിയാനത് മനസ്സിലായി കാണുവേന. ഞാൻ പറഞ്ഞു, അങ്ങനെയല്ല, 23 എണ്ണത്തിനെ കൈകാര്യം ചെയ്തപ്പോൾ അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ട് 24 ആദ്യത്തേതാണ് മെച്ചം. ഞങ്ങളുടെ അടുത്ത നാട്ടിൽ, നിങ്ങളുടെ ഈപ്പച്ചനച്ഛൻ്റെ നാട് കാഞ്ഞിരപ്പള്ളിയിൽ ഒരു സംഭവം ഉണ്ടായി. പുറത്തു പറഞ്ഞേക്കരുത്, ഇതൊന്നും അച്ഛാ വീഡിയോ പുറത്തു വിട്ടേക്കരുത്. തൃപ്പൂണിത്തറക്കാരി ഭാര്യ കാഞ്ഞിരപ്പള്ളിയിലെ തറവാട്ടിൽ നിന്ന് കുളിക്കാൻ ബാത്റൂമിൽ കയറിയപ്പോൾ ഭാര്യയുടെ ടർക്കി നനഞ്ഞു കിടക്കുന്നു. കുളി വേണ്ടെന്ന് വെച്ച് ഭാര്യ ഇറങ്ങിപ്പോന്ന് ഭർത്താവിനോട് ചോദിച്ചു, ഇന്ന് എന്നോട് എന്റെ ടർക്കി നനയാൻ
കാഞ്ഞിരപ്പള്ളിക്കാരൻ അച്ചായം പറഞ്ഞു കുളിക്കാൻ കയറിയപ്പോൾ ഞാൻ തോർത്തെടുക്കാൻ മറന്നുപോയി. തൃപ്പൂണിത്തുറക്കാരിക്ക് ടർക്കി കാഞ്ഞിരപ്പള്ളി തോർത്തുമാണ്. ഷവർ ഓൺ ചെയ്ത് മേത്തോട്ട് വെള്ളം വീണപ്പോഴാണ് ഞാൻ തോർത്തിന്റെ കാര്യം ഓർത്ത്. നിന്റെ ടർക്കി എടുത്ത് ഞാനങ്ങ് തോർത്തി. ലൈസൻസ് വേണ്ട കാര്യമൊന്നും അല്ലല്ലോ. അത്ര ഉള്ളോ ചോദിച്ചു. ഭാര്യ മുറിയിലോട്ട് കയറി ഒരു 10 മിനിറ്റ് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ഇറങ്ങി വന്നു. കാറിന് താക്കറെടുത്ത് സ്റ്റാർട്ടാക്കി തൃപ്പൂണിത്തുറയ്ക്ക് പോയി ഡൈവോഴ്സ് ആയി. എവിടെയോ ദാമ്പത്തിക ബന്ധം വളരേണ്ടിടത്തേക്ക് വളരുന്നില്ല എന്നത് എന്റെയും നിങ്ങളുടെ കുടുംബങ്ങൾ ഈ കാലഘട്ടത്തിൽ നേരിടുന്ന പ്രശ്നമാണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾക്ക് അർത്ഥം ഉണ്ടാവും, ഈ ഇരിപ്പിന് അർത്ഥം ഉണ്ടാവും. ചിലപ്പോൾ അതുകൊണ്ട് പഴയ കുടുംബങ്ങളിൽ പരസ്പരം വളർത്തുന്ന ഒരു വലിയ മനസ്സുള്ള മനുഷ്യരെ നമുക്ക് ധാരാളം കാണാം. ഹൈറേഞ്ചുകാരൻ ഒരു കൂട്ടുകാരൻ എന്നോട് ഒരിക്കൽ പറഞ്ഞു, ഇവരിടവകയിൽ ഒരു KCY മീറ്റിംഗ് കഴിഞ്ഞ് വീട്ടിലോട്ട് പോകുമ്പോൾ ഇടവക്കാൻ ഒരു മാത്തുക്കുട്ടി അടിച്ച് ഫിറ്റായിട്ട് റോഡിൽ കിടക്കുക. നല്ല തിലാമഴക്കാലമാണ്. ഇവരൊരുത്തം പറഞ്ഞ് മാത്തുക്കുട്ടിയെ നമുക്ക് വീട്ടിൽ കൊണ്ടുപോയിട്ടിട്ട് പോവാം, പ്രേക്ഷിത പ്രവർത്തനമല്ലേ. മറ്റോ പറഞ്ഞ് വേണ്ടടാ, മോളി ഒരു രാത്രിയിലും കടന്നുറങ്ങട്ടെ, നമ്മളെന്തിനാ വെറുതെ മോളിക്കിട്ട് ഇടി കിട്ടിക്കുന്നേ. അപ്പൊ വേറൊരുത്തം പറഞ്ഞു നമുക്ക് വഴിയിൽ ഇടണ്ട, മിച്ചത്ത് കൊണ്ടുപോയിട്ടിട്ട് പോവാം, വീട്ടിൽ കയറിയാലും മോളിക്കിട്ട് ഇടിക്കുള്ളൂ, നേരം വെളുക്കുമ്പോ ഈ മാത്തുക്കുട്ടിക്ക് വീട്ടിലും കയറാം. നല്ല ഉപായമായിട്ട് കരുതി യുമാരി അടിച്ച് ഫ്ലാറ്റായ സാധനത്തിനെ തോളെ കയറ്റി വീടിന്റെ അടുത്ത് ചെന്ന് മിച്ചത്തിട്ടപ്പോ ഒരുത്തം വിളിച്ചു മോളി ചേച്ചി ഒന്ന് പറഞ്ഞിട്ട് പോകുന്ന സാമാന്യ മര്യാദയല്ലേ. മോളി ചേച്ചി എന്ന് വിളിച്ചപ്പോ കത്തിച്ച മണ്ണെണ്ണ വിളക്കുമായിട്ട് ഓലമറയെ മാറ്റി വെച്ച് ചേടത്തി ഇറങ്ങി വന്ന് നോക്കിയപ്പോ നാണക്കേടിന്റെ അങ്ങേയറ്റം. ഒന്ന് മാത്തുക്കുട്ടിക്ക് തുണിയില്ല, 2 മുഖം മുഴുവൻ ഛർദി. മോളി ചേച്ചി പറഞ്ഞു ഇത്രയും ഉപകാരം ചെയ്തതല്ലേ മക്കളെ, തിണ്ണയിലോട്ടൊന്ന് കിടത്തിയിട്ട് പോവാവോ. ഇവന്മാര് തിണ്ണയിലോട്ട് മാത്തുക്കുട്ടിയെ കിടത്തി. സകല നേരം കഴിഞ്ഞപ്പോ അവര് നോക്കുമ്പോ ആ മണ്ണെണ്ണ വിളക്ക് മാറ്റി വെച്ച് 2 കാല് നീട്ടി മോളിക്കുട്ടി അങ്ങോട്ട് ഇരുന്നു. എന്നിട്ട് ആ മാത്തുക്കുട്ടിയെ മടിയിലോട്ട് എടുത്ത് കിടത്തിയിട്ട് തുണിയില്ലാത്ത ഭാഗം ഈ ചേച്ചി തന്റെ സാരി തുമ്പുകൊണ്ട് സാരിയുടെ കുറെ ഭാഗം കൊണ്ടങ്ങ് മറച്ചു. മുഖത്തെ ഛർദി എല്ലാം കൂടെ വടിച്ചു കൂട്ടി അങ്ങ് കളഞ്ഞിട്ട് ഒരു 4-5 മിനിറ്റ് നേരം ഈ ചേച്ചി ഈ ഭർത്താവിനെ നെഞ്ചോടങ്ങ് ചേർത്ത് പിടിച്ചു. ഇവന്മാര് 3 പേരും കൂടെ പ്രേമ സിനിമ കാണുന്ന പോലെ കണ്ടുകൊണ്ട് നിൽക്കുക. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോ ചേച്ചി ചോദിച്ചു വീട്ടിൽ പോവാറായില്ലേടാന്ന്. ആലുവ മണൽപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലും ഇല്ല. ഇവര് ചോദിച്ചു ചേച്ചി ഇതൊക്കെ സത്യമാണോ, വീട്ടിൽ പോകാവോ ഞങ്ങൾക്ക് ധൈര്യമായിട്ട്. ചേച്ചി പറഞ്ഞ് ധൈര്യമായിട്ട് പൊക്കോ മക്കളെ, എന്റെ മാത്തുക്കുട്ടി ചായൻ ആണ്ടുവട്ടത്തിൽ ഒരിക്കൽ പറ്റുന്ന അബദ്ധമായിരുന്നു. എന്നാൽ എന്നോട് പറയുവായില്ലേ, വർഷത്തിന് 364 ദിവസവും മദ്യപിച്ച് തൊഴിലുറപ്പ് ജോലി ചെയ്ത് കിട്ടുന്ന പൈസയും കൂടെ കൊണ്ടുപോയി കുടിച്ചിട്ട് തിരിച്ച് വീട്ടിൽ വന്നോ അന്ന് ഉറപ്പാണ് മോളിക്കിട്ട് ഇടി. ഇങ്ങനെ എല്ലാ ദിവസവും ഇടി കിട്ടുന്ന ഇടിക്കുന്ന ഭർത്താവിനെ ഈ ഇടി കിട്ടുന്ന ഭാര്യ സ്വന്തം മടിയിൽ കിടത്തി നാട്ടിലെ 3 ചെറുപ്പക്കാരുടെ മുമ്പിൽ ഇത് ആണ്ടുവട്ടത്തിൽ പറ്റുന്ന അബദ്ധമാണെന്ന് വിളിച്ചു പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അവൾ വളർന്നു, അവൾ അവനിലേക്ക് വളർന്നതാണ്. ഈ വളർച്ച നമ്മുടെ കുടുംബത്തിൽ എന്തുമാത്രം സംഭവിക്കുന്നു എന്ന് ചിന്തിക്കണം. മാർപ്പാപ്പയുടെ ഏറ്റവും പുതിയ അപ്പസ്തോലിക ആഹ്വാനമാകുന്ന സുവിശേഷത്തിന്റെ സന്തോഷത്തിന്റെ അവസാനത്തെ ഖണ്ഡിക പരിശുദ്ധ അമ്മയെ കുറിച്ച് പറഞ്ഞു വെക്കുമ്പോ പരിശുദ്ധ പിതാവ് പരിശുദ്ധ അമ്മയോട് നടത്തുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അമ്മേ, സഭ ഒരിക്കലും തന്നിൽ തന്നെ അടച്ചു പൂട്ടപ്പെടാതിരിക്കാൻ, ദൈവരാജ്യത്തിന്റെ സംസ്ഥാപനത്തിനുള്ള ആവേശം സഭയിൽ ഒരിക്കലും കെട്ടടങ്ങാതിരിക്കാൻ അമ്മേ നീ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സ്നേഹമുള്ള കുടുംബങ്ങൾ ഇന്ന് അവനിലേക്ക് ചുരുങ്ങുന്ന, അവനിലേക്ക് വളരുന്ന ഒരു സ്വാർത്ഥതയുടെ ലോകമായിട്ട് മാറുന്നു. ഭർത്താവ് ഭാര്യയിലേക്കും ഭാര്യ ഭർത്താവിലേക്കും വളർന്നാലുള്ള ദുരന്തം എന്താണെന്നറിയാമോ? നമുക്ക് നമ്മുടെ മക്കളിലേക്ക് വളരാൻ പറ്റില്ല. എന്നെ കേൾക്കുന്ന എല്ലാവരും തന്നെ മാതാപിതാക്കളാണെന്ന് വിശ്വസിക്കുകയാണ്. അല്ലയോ മാതാപിതാക്കൾ, ഈ കാലഘട്ടത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് എത്രമാത്രം നമുക്ക് വളരാനാവുന്നുണ്ട്?
അവരുടെ ജീവിതത്തിലേക്ക് എത്രമാത്രം നമുക്കൊന്ന് ഇറങ്ങാൻ, സ്വാധീനിക്കാൻ പറ്റുന്നുണ്ട്. കുറച്ചു നാള് മുമ്പ് ഇടുക്കി ജില്ലയിൽ ഒന്നാന്തര കത്തോലിക്ക കുടുംബത്തിലെ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന 7 വയസ്സുകാരി നീതു, വേദപാഠത്തിന് ഒരു 3ാം ക്ലാസ്സിലാണ്. ഇവിടെ സ്കൂളിൽ ചെന്നപ്പോ നീതുവിന് ഭയങ്കര നെഞ്ചിന് വേദന. അടുത്തൊരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ കൊണ്ടുപോയി ആക്കി. അവിടുത്തെ ലേഡി ഡോക്ടർ നല്ലതുപോലെ പരിശോധിച്ചപ്പോ നീതുവിന്റെ കഴുത്തേൽ ഒരു താലി. നേരെ മാതാപിതാക്കളെ വിവരം അറിയിച്ചു. അപ്പനും അമ്മയും കൂടെ വണ്ടി സ്റ്റാർട്ടാക്കി ഹോസ്പിറ്റലിൽ വന്നു. ആ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ ഇവിടെ കിടക്കുന്ന മുറിയിലോട്ട് കയറിയിട്ട് ആ പഞ്ചായത്തിന്റെ വാർഡ് മുഴുവൻ ഇളക്കി മറിക്കുന്ന പോലെ തള്ള കൊച്ചിന്റെ കാലയിലോട്ട് തലയടിച്ച് കിടന്ന് കാറി ചോദിച്ചു, ആരാടി നിന്നെ ചുമ്മാ കുത്തി കീറി കളഞ്ഞേ? പ്രായം വെറും ഇതല്ലേ ആയിട്ടുള്ളൂ, 7 വയസ്സല്ലേ ആയിട്ടുള്ളൂ. 8ഉം പൊട്ടും വണ്ടിയിലെ പൊക്കോട്ടെ ചേച്ചി, ഇങ്ങോട്ട് ഈശോയെ നോക്കിയാ മതി. 8ഉം പൊട്ടും തിരിയാത്ത നിന്നെ ആരാടി ഇങ്ങനെ തകർത്തേ? അമ്മ ആദ്യം എടുത്ത് ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോ വളരെ കൂളായിട്ട് നീതു കട്ടിലേക്ക് കിടന്ന് പറഞ്ഞ, അമ്മ ഇത്രയും ടെൻഷൻ അടിക്കാനുണ്ടോ? എന്റെ മനസ്സിൽ അവൻ മാത്രമേ ഉള്ളൂ. അപ്പൻ ചോദിച്ച, ആരാടി അവൻ? 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന രഘു.